നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ വലിയ പ്രിപ്പറേഷനൊന്നുമില്ല, കുറച്ച് സാരി കാണിക്കാം കേട്ടോ. എനിക്കാണെങ്കിൽ ഏതൊക്കെയോ കാണിക്കണമെന്ന് ഭയങ്കര ഇതുണ്ട്, പക്ഷേ സമയം പെട്ടെന്നൊരു അവാർഡ് വയ്ക്കാൻ പോവാ. പിന്നെ പറയാം എന്നാണ് കേട്ടോ, നാളെ പറയാം. നമ്മുടെ ഇസബെല്ലയ്ക്ക് കിട്ടിയ അവാർഡാണ് കേട്ടോ. നമ്മുടെ ഇസബെല്ലയ്ക്ക് കിട്ടിയെന്ന് പറയാൻ നിങ്ങൾ ഓൺലൈനിലെ എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് തന്ന അവാർഡ് എന്നെ പറയുന്നത് ദൈവം തന്ന സമ്മാനം, നിങ്ങൾ തന്ന സമ്മാനം ഈ അവാർഡ്. ഇതിൻ്റെ വിലയില്ലേ, ഇത് കണ്ടോ, ഞാൻ നേരത്തെ കാണിക്കാമെന്ന് പറഞ്ഞൊരു സാരിയാണ്. ടിഷ്യൂ സിൽക്കാണ് മെറ്റീരിയൽ, നല്ല ഫങ്ഷൻ വെയറാണ്, ഭയങ്കര സോഫ്റ്റാണ്, ഇച്ചിരി തിളങ്ങിയൊക്കെ നിൽക്കാൻ. അതായത് ഇപ്പോൾ ഫങ്ഷന് മാത്രമല്ല, നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും ഇടാൻ പറ്റും. വിലയാണ് ഏറ്റവും എൻ്റെ ഹൈലൈറ്റ്. 798 രൂപയാണെന്നാണ് എൻ്റെ വിചാരം. ഞാൻ ഇത് പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ട കേട്ടോ. എന്തായാലും 1000 ബിലോയാണ് 798 വെച്ചാൽ. ഇതിപ്പോൾ വന്നിട്ട് ഡബിൾ ഷെയ്ഡാണ്, ഒരു വയലറ്റും ഉണ്ട്, കോപ്പറുണ്ട്, വാടാമുല്ല കളറുണ്ട്. അത്രയും കളറുകളുടെ മിക്സാണ്. ഇങ്ങനെയാണ് സാരി ഫുള്ള് ഇങ്ങനെയാണ്. ഇത് ബ്ലൗസ് റണ്ണിങ് ആയിട്ട് ബ്ലൗസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കത് കറക്റ്റായിട്ട് നമ്മൾ അളന്ന് നോക്കിയില്ല. നിങ്ങളല്ലെങ്കിൽ ഇതിന് കോൺട്രാസ്റ്റ് ഈ ഒരു ബ്ലൗസൊക്കെ ഇട്ടാൽ മതി. നല്ല ഭംഗിയാണ്, നല്ല സ്മൂത്താണ്. ഇത് കേട്ടോ, ഭയങ്കര സ്മൂത്താണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്ലെയിൻ സാരിയാണ്. ഇങ്ങനെ കോപ്പർ ഷെയ്ഡുമായിട്ട് നല്ല ഫംഗ്ഷന് നല്ല ഭംഗിയായിട്ട് 1 പ്ലീറ്റ്സൊക്കെ ഇട്ട് ഇതിന് ചേരുന്ന നല്ലൊരു ഓർണമെൻറ്റ് കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ മെഹന്തിയുടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ അടിപൊളി സൂപ്പറാണ്. റേറ്റ് വളരെ കമ്മിയാണ്, പക്ഷേ അതിൻ്റെ 1000 ഇരട്ടി സുഖവും സ്റ്റാൻഡേർഡുമാണ് ഈ സാരി. ഞാനിത് കുറച്ച് ദിവസങ്ങളായിട്ട് കാണിക്കണമെന്ന് വിചാരിക്കുന്നു, കാണിക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ എടുത്തു വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ മാറിപ്പോവും, അതാണ് കുഴപ്പം. നമ്മുടെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരിക, അതുപോലെ ഇരിക്കും ഇത് ഇങ്ങനെ ഒരു ബോർഡറുമായിട്ട്. എന്നാൽ രസമെന്നറിയാം ശരിക്കും. പ്രത്യേകിച്ചും പറയുവാണെങ്കിൽ ഇപ്പോൾ റിസപ്ഷനൊക്കെ ഇല്ലേ, വൈകുന്നേരത്തെ റിസപ്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല സാരി, സിമ്പിളുമാണ് നമുക്ക്. പക്ഷേ ഒട്ടും പ്രൗഡി ഒട്ടും കുറഞ്ഞും പോകത്തില്ല. നമ്മുടെ പോക്കറ്റ് കാലി എന്ന് പറയുന്ന സാധനമേ ആകത്തില്ല. പിന്നെ ഈ ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്കിത് വേണമെങ്കിൽ മറ്റെന്തെങ്കിലും കുട്ടികൾക്ക് ഫ്രോക്കോ സ്കേർട്ടോ ഒക്കെ തയ്ക്കുകയും ചെയ്യാം. എന്നുകൊണ്ട് ഇതിനധികം സ്റ്റോക്കില്ല കേട്ടോ. ഞാൻ ഇനി ഘോരം പുകഴ്ത്തുന്നില്ല, കാരണം സ്റ്റോക്ക് ഒത്തിരി കുറവുള്ള സാധനം ഘോരം പുകഴ്ത്തിയിട്ട് എല്ലാവരോടും ഇല്ല തീർന്നു എന്ന് പറയേണ്ടി വരുന്നതിലും നല്ലത്. പക്ഷേ നല്ല സാരിയാണ്. ഞാൻ പറയില്ല എനിക്കിത് വേണമെന്ന് ഓർത്ത ഒരു സാരി, ഞാൻ ഇതൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു സാരി ഉണ്ട് ഞാൻ കാണിക്കാവേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫംഗ്ഷനൊക്കെ ഇതൊക്കെ എടുത്തിട്ട് ഒരു ചുരിദാർ സെറ്റ് തയ്ക്കിച്ചിട്ട് നല്ല രീതിക്ക് ഡിസൈൻ ചെയ്ത്, ഇപ്പോൾ കട്ട് വർക്കൊക്കെ ചെയ്യാൻ അറിയാവുന്ന, അല്ലെങ്കിൽ കട്ട് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഷോളിൽ ഒരു ചെറിയ വർക്കും ഒക്കെ ചെയ്തിട്ടാൽ സൂപ്പറായി നല്ല ഫംഗ്ഷൻ വേറെ ഒരു ചുരിദാർ സെറ്റാക്കി മാറ്റാം. ഐഡിയ വേണം. ഇതാണ്. ഇനി എന്നാ ഓണത്തിനിടയ്ക്ക് പൂട്ടുവെച്ചോടം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഷോപ്പിലേക്ക് വന്ന വഴിക്ക് കണ്ട ഒരു ഈ ഡിസൈനർ മോഡൽ സാരിയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇത് നേരത്തെ നമ്മൾ ഇങ്ങനത്തെ സാരികൾ കാണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഡിസൈനർ മോഡൽ സാരികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ചുമ്മാ. ഇതിപ്പം ഇന്ന് കാണിക്കുന്ന മുഴുവൻ ഫംഗ്ഷൻ വെയർ സാരികളാണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ഒരു സാരി ഉണ്ടോ, ബ്ലാക്കാണ്, നല്ല ഡീപ്പ് ബ്ലാക്ക്. ഇങ്ങനത്തെ ഡിസൈനർ സാരി ഇടാനൊക്കെ ഇഷ്ടമുള്ളൊരു ഒത്തിരി പേരുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരൊക്കെ ഇല്ല, അങ്ങനെയുള്ള ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു ചെറിയ ടൈപ്പ് സാധനങ്ങൾ ഇഷ്ടമുള്ളതാണ്. അത് എക്സ്പ്രസ് ചെയ്ത് പറയാൻ എനിക്കറിയത്തില്ല. അങ്ങനത്തെ നല്ല ഗ്രാൻഡായിട്ട് പിന്നെ ഹൈനെക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ ഹൈനെക്ക് ഒക്കെ വെച്ച് അങ്ങനത്തെ ഇതൊക്കെ ഇടുവില്ലേ, നല്ല രസമായിരിക്കും. മുന്താണി വരുമ്പം ഇങ്ങനെ വരും, ഒരു അജ്രക്കിൻ്റെ പോലത്തെ ഒരു പ്രിൻറ്റ്. ബോഡിക്ക് ബാട്ടിക് പ്രിൻറ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻസ്. ഇതാണ് സാരി ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. സോഫ്റ്റ് കോട്ടൺ, മൽ കോട്ടൺ സാരി. ഇതും സൂപ്പറാണ്, എൻ്റെ ഫേവററ്റാണ്. ഞാൻ ഈ കാണിക്കുന്നുണ്ട് പോകുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ബ്ലാക്കിൻ്റെ അറ്റത്ത് ഈ ഒരു ഡാർക്ക് വാടാമുല്ല ഷെയ്ഡൊക്കെ വരുമ്പോഴത്തേനേ ഭയങ്കര രസമുണ്ട്. ഇതാണ് ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനാണ് ഇതൊക്കെ തമ്മിൽ. അതുമല്ല ആ ഡിസൈൻ സാരി ഉടുക്കുമ്പോൾ അത് നമ്മൾ പഴയ സിനിമയില്ലേ, നമ്മുടെ മണിച്ചിത്രത്താഴ്, ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് ശോഭന സാരി വിയർ ചെയ്യുന്ന ഒരു മോഡൽ ഓർക്കുന്നുണ്ടോ? ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിലെന്തോ കാണിച്ചു പിള്ളേർ ഇട്ടെഴുക്കുന്നതിൻ്റെ മുറിയും കണ്ടതാണ്. അപ്പോൾ ഈ വരുവാനില്ല ആരും എന്നും പറഞ്ഞ ആ പാട്ട് സീനിനിടയ്ക്ക് ശോഭന ഇങ്ങനെ ഓരോ സീനിലും ഓരോരോ മോഡലിൽ സാരി ഉടുത്തോണ്ട് വരും. എന്ത് രസമാണ്, സ്റ്റൈലിങ്ങേ. അങ്ങനെയൊക്കെ ഉടുക്കാൻ പറ്റുന്ന സാരികളാണ് ഇതൊക്കെ. ഭയങ്കരമായിട്ട് രസമാണ്. നമ്മൾ എന്നിട്ട് ഒരു സ്റ്റഡൊക്കെ ഇടണം, ഒരു എന്നാ പറയുക,
പേളിൻ്റെയോ അല്ലെങ്കിൽ ചുമ്മാ മുത്തിൻ്റെയോ ലേഡി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റഡൊക്കെ ഇടുവാണെങ്കിൽ നല്ല രസമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഏരിയ പറഞ്ഞാണേ, അത് ചുമ്മാ ഫ്രീ കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്ത് വലിയ സംഭവം എന്നറിയില്ല. ഇതാണ് താഴത്തെ ബോർഡറും അങ്ങനെ തന്നെ. ബ്ലൗസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബ്ലൗസ് പ്ലെയിൻ കേട്ടോ. ബ്ലൗസ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ ബ്ലൗസ് വായിക്കാൻ പോകണ്ട, കറുത്ത ബ്ലൗസ് ഇട്ട് കളയണ്ട, ഇത് കൂട്ട് ബ്ലൗസ് ഇന്നായിരിക്കും നല്ലത്. ഇഷ്ടം പോലെ ചെയ്തോ. ഇനി മൊഡാൾ, പ്യുവർ മൊഡാളിൻ്റെ റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതുമായ സാരികൾ. ഇത് റേറ്റുള്ള സാരിയാണ്. ഞാനിത് റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള എൻക്വയറിയുമായിരുന്നു ഇതിന്. ആദ്യത്തെ സാരി. ഇനി കാണിക്കുന്ന അങ്ങോട്ട് മൊഡാൾ തന്നെയാണ്. മൊഡാളിൻ്റെ 2200 തൊട്ട് മുകളിലോട്ടുള്ളതാണ് എല്ലാം. ഇന്ന സൂപ്പർ സാരിയാണ്. നിങ്ങൾ നോക്കിയേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. ഞാൻ കാണിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഹലോ ഇവിടെ നോക്ക്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ അവിടേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഞാൻ ഭയങ്കര വർത്താനമാണ് നേരെ നോക്കുന്നത്. എൻ്റെ ഇവിടെയോ ക്യാമറ നിൽക്കുന്നത്. ഇത് ശരിയല്ലോ കേട്ടോ, ക്യാമറയ്ക്ക് ഇടിക്കടി ഞാൻ ഇതല്ലോ. നല്ല രസമല്ലേ, കണ്ട് നോക്കുന്നതിൻ്റെ സ്റ്റഫ് കണ്ടോ. ആ മൊഡാളിങ്ങനെ ശരീരത്തോട് പറ്റി പിടിച്ച് കയറുന്ന കാണിക്കുമ്പോൾ നല്ല ബോഡി ഷേപ്പ് ഉള്ളവർക്ക് അങ്ങനെ തോന്നും, വണ്ണമുള്ളവർക്ക് വണ്ണം കുറവ് തോന്നും. ശരീരത്തിന് സുഖം, ചൂടെടുക്കത്തില്ല. അജ്രക്കിൻ്റെ മുന്താണി, അജ്രക്കിൻ്റെ ബ്ലൗസും വലിയ ആലങ്കാരികമായിട്ട് പറയാമേ. നമ്മളിങ്ങനെ വന്നു പിള്ളേരെയൊക്കെ ചെറിയ പ്രായത്തിൽ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും പറയല്ലേ, പിള്ളേരുടെ കണ്ണൊക്കെ തള്ളി വെളിയിലിങ്ങനെ വരും. അപ്പോഴേക്കും കേട്ടത് പറയുപോലെ നല്ല സൂപ്പർ സാരി. അതിൻ്റെ കൂടെ മൊഡാളിൻ്റെ എന്താണ് മുന്താണി, ആ താഴെ കാണുന്ന ബ്ലൗസ്, മേളിൽ കാണുന്ന മുന്താണി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ പ്യുവർ മൊഡാളാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പ്യുവർ മൊഡാൾ തന്നെയാണ്. ഇത് ഞാൻ കാണിച്ചോ? ഇത് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇട്ടില്ലല്ലേ, അങ്ങനെ എന്തോ കേസായിരുന്നത്. വീഡിയോ എടുത്തേ, പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പം ഭയങ്കര മിസ്റ്റേക്ക് വന്നു. പിന്നെ ഞാൻ വീഡിയോ സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇതും പ്യുവർ മൊഡാളാണ്. ഈ മൊഡാളിനകത്ത് തന്നെ സ്റ്റഫിന് പല വ്യത്യാസമുള്ളതുകൊണ്ട് കേട്ടോ. ഗ്ലോ കൂടിയതും ഗ്ലോ കുറഞ്ഞതും, പിന്നെ കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും, മഷ്റൂം മിക്സ് ആയതും മഷ്റൂം സിൽക്കിൻ്റെ മിക്സ് ആയതും എല്ലാം ഉണ്ട് കേട്ടോ. അത് അറിയത്തില്ലാത്തവർ എല്ലാത്തിനെയും കയറി തെറ്റിദ്ധരിക്കും. മിന്നെല്ലാം പൊന്നല്ല, കാണുന്നതെല്ലാം തൂക്കി കയറി വെടി വരുന്നത്. ഇതൊരുണ്ടല്ലോ ഒരു ചില്ലി റെഡ് കളർ. എന്നിട്ട് താഴത്തെ ബോർഡർ ദേണ്ട ഇങ്ങനെ വരും, മുന്താണി ഇങ്ങനെ വരും, ബ്ലൗസ് ഇങ്ങനെ വരും ബാട്ടിക് പ്രിൻറ്റുമായിട്ട്. മുന്താണി വരുമ്പോൾ അജ്രക്കും ബാട്ടിക്കും കൂടെ കൂടിയിട്ട് ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും. നല്ല ഡീപ്പ് ജെറ്റ് ബ്ലാക്ക്, ബോഡി ഇങ്ങനെ വരും. നല്ല ചില്ലി റെഡ് ഷെയ്ഡ്, നല്ല ഭംഗിയാണ്. അതിൻ്റെ തന്നെ കോൺട്രാസ്റ്റ് ഒരു കളറും കൂടെ ഉണ്ട്. അതെന്തി നേരെ തിരിഞ്ഞ് വരുന്ന ബ്ലാക്ക് ഇല്ല, എന്തി ഇതായിരിക്കും. അത് തന്നെ നേരെ തിരിഞ്ഞ്, അതായത് ബ്ലാക്ക് ബോഡി, അത് ബോഡി മെറൂൺ ആയിരുന്നെങ്കിൽ ഇത് ബോഡി ബ്ലാക്ക്. തിരിച്ച് എന്താണ് ഇങ്ങനെ. ഇതൊക്കെ പിന്നെ ഉണ്ടല്ലോ ഈ പണ്ടാരൻ്റെ പറഞ്ഞ ഞാൻ കൂടുതലും പറയുന്നത് വലിയ റേറ്റ് മുടക്കാതെ നല്ല സാരികൾ കിട്ടുമെങ്കിൽ അത് ഉടുക്കുന്നതിനോടാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. 10,000, 20,000 രൂപ മുടക്കി ഒരു ഡ്രസ്സ് ഒരു പ്രാവശ്യം ഇടാൻ വാങ്ങിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ലാത്ത ഒരാളാണ്. എനിക്ക് എന്തുകൊണ്ടും അത് ഡൈജസ്റ്റ് ആവത്തില്ല. ഓരോരുത്തരുടെ ഇഷ്ടം. സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരായാലും അതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഐഡിയാസ് പ്രയോഗിക്കുന്ന ആൾക്കാരോടാണ് ഇഷ്ടം. ചെറിയ വിലയ്ക്ക്, കൊക്കിലൊതുങ്ങുന്ന വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ച് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് നല്ല സ്റ്റൈലിഷായിട്ട് നടക്കുന്നതാണ് എൻ്റെ ഒരു നല്ലതെന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. എല്ലാവരും നമ്മളല്ലെങ്കിൽ പണ്ടൊക്കെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് സാരികൾ അങ്ങനെയൊക്കെ മാറ്റി വെക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ലോ. ഫംഗ്ഷന് പോകണമെങ്കിൽ എന്നെ കുഞ്ഞിതാണേലും പോയി ഒരെണ്ണം എടുക്കുക എന്നുള്ളതാണ്. അപ്പം പൈസ ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നു ചോദിച്ചാൽ, പക്ഷേ ഈ വില കുറഞ്ഞ സാധനങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ, ചില ഐറ്റങ്ങൾ, അതായത് ടസ്സർ, മൊഡാൾ, ഇതൊക്കെ ഇച്ചിരി വില മുടക്കിയാൽ അത് ഉടുക്കുമ്പം കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ്, നമ്മളെ കണ്ടാൽ കിട്ടുന്ന ഒരു ലുക്ക് ഒരു പ്രത്യേകം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇല്ലേ മൊഡാള്, സെമി മൊഡാൾ, ഒരു 80% മൊഡാളാണേ. ഫുൾ മൊഡാലല്ല. ഇച്ചിരി കൂടെ റേറ്റ് കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കല്യാണത്തിൽപ്പെട്ട സാരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വില നോക്കിയിട്ടല്ല പറയുന്നത് കേട്ടോ. ഇത് മുന്തിരി കളറ്, ബാന്തിനി പ്രിൻറ്റുമായിട്ട് നല്ല സാരിയല്ലേ. ബ്ലൗസ് നോക്കാം.
ഞാൻ ഇച്ചിരി സ്പീഡ്, എനിക്കല്ല തന്നെ പൊതുവെ സംസാരത്തിൽ ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. സ്പീഡിൽ പറയുന്നതെന്നറിയോ, എനിക്കിത് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിക്ക് പോകണം, അതിന് വേണ്ടിയിട്ട് നിൽക്കുക. എൻ്റെ ഇടയ്ക്ക് മാമുണ്ണണം. അപ്പം തെറ്റാന്നേ, ഭയങ്കര തെറ്റിച്ച. ഞാനൊക്കെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഉറങ്ങുന്ന കാര്യത്തിൽ എഴുന്നേക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര കൃത്യനിഷ്ഠത പാലിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പം ലഞ്ച് കഴിക്കുന്നത് 3 മണിക്കാന്നേ ഉള്ളൂ എന്നും. ഇൻഡിഗോ വിത്ത് ബാന്തിനി പ്രിന്റ് മൊഡാൾ. എന്താണ് ഇത് റീസ്റ്റോക്കാണേ, നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ ഡിമാൻഡാണ് ഇത്. ഷോപ്പിലാണെങ്കിലും അതെ. ഇത് ബ്ലൗസ് കേട്ടോ, നല്ല സാരിയാണ്, നല്ല രസമാണോ. താഴെ വയ്ക്കാൻ ശരിക്കും പറയാം, ചുമ്മാ പുകഴ്ത്തി പറയാൻ പറയും. നിങ്ങളിതെടുക്കാൻ വേണ്ടി എനിക്കിത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതെടുക്കാൻ ആവശ്യമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത് റീസ്റ്റോക്ക് വന്നതാട്ടോ, നല്ല ചില്ലി റെഡ് സിക്സാഗിന് എല്ലാവർക്കും ഇഷ്ടം, എല്ലാവർക്കും ഭയങ്കര പിടുത്തമാണ് സിക്സാഗ് പ്രിന്റ് വരുന്നത്. എനിക്കും അത് ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. സിക്സാഗ് മാംഗോ ഡിസൈൻ ഇതൊക്കെ ഉണ്ട്, ചാടി വീഴുന്ന സ്വഭാവക്കാരി ഞാൻ. ഇത് മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, ചില്ലി റെഡ് അല്ലേ, നല്ല ചില്ലി റെഡ് ആട്ടോ, ഡാർക്ക് ചില്ലി റെഡ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ സൗണ്ടിൽ സംസാരിച്ചേ ഒച്ച പിടുത്തമുണ്ട്. എനിക്ക് വോയിസ് റെസ്റ്റ് പറഞ്ഞേക്കുന്നതാന്ന് ആരെങ്കിലും കണ്ടാൽ തോന്നുമോ? എന്നോട് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇനി അങ്ങോട്ട് വരണ്ടാന്ന്, വോയിസ് റെസ്റ്റ് എടുക്കാതെ. ഒത്തിരി സ്പീഡിലും ഒച്ചത്തിലും സംസാരിച്ച് രാവിലെ സ്റ്റാഫുമായിട്ട് മീറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, അടുത്ത മീറ്റിംഗ്, ഇത്രയും മണിക്കൂറുകളായിട്ട് സംസാരം തന്നെ. എന്നാ ഈ പ്രിന്റിന് പറയുന്നത് അജ്രക്കല്ലേ, ആണോ? അതെ അല്ലേ, മറന്നുപോയി. എന്നെ ഇങ്ങനെ അജ്രക്ക് പ്രിന്റ് കേട്ടോ, നല്ല രസമല്ലേ. ബ്ലൗസ് ഇതാ ആ മൊഡാൾ സിൽക്കിൻ്റെ ആ ഒരു സ്റ്റഫ് കണ്ടോ നിങ്ങൾ കറക്റ്റായിട്ട്. പിന്നെ ഇത് പ്യുവർ മൊഡാളാണ്, റേറ്റ് ഉണ്ട്. ഇതിന് പറയുന്നത് സംഭവം ഇപ്പം നോർത്തിലോട്ടൊക്കെ ഈ സാരി നമ്മൾ പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോൾ പറയുന്ന ഇവരെന്ത് പറയുന്നതെന്നറിയോ? പട്ട. ഇതിന് പറയുന്ന പേരാണ് പട്ട. ഈ സെറിക്ക് പറയുന്നത് ഈ ഗോൾഡൻ സെറി അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് ഇങ്ങനെ നിറച്ചും മൊഡാളിൻ്റെ പ്ലെയിൻ സാരി വന്നിട്ട് ഈ ഗോൾഡൻ സെറി വരും കണ്ടോ. ഇപ്പോൾ ലാവൻഡർ ഷെയ്ഡ്. ബ്ലൗസ് സെയിം ആണ്, റണ്ണിങ് തന്നെയാണ്. ഇത് തന്നെ വെച്ച് ബ്ലൗസ് തയ്ക്കുക. ബ്ലൗസ് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല ഉണ്ടോ, അത് തന്നെയാണ് ബ്ലൗസ്. നല്ല സാരിയാണ്, പ്യുവർ മൊഡാളാണ്. ഈ ഒരു സാധനം വരുന്നില്ലേ ഇങ്ങനെ, ഈ സാധനത്തിനാണ് റേറ്റ്. ഇതിട്ടിട്ടുള്ള ഷോൾ നമ്മുടെ ഷോപ്പിലുണ്ട്, 2000 രൂപ അടുത്ത വരാം. പ്യുവർ മൊഡാൾ, അപ്പം പ്യുവർ മൊഡാൾ 1850 അങ്ങനെ ഏതാണ്ടാണ് റേറ്റ്. ഇതിനി വരുമ്പം മുമ്പേ അത് പ്ലെയിൻ അല്ലേ കണ്ടേ, ഇത് പ്ലെയിൻ അല്ല, സോറി പ്ലെയിൻ ആണ്, ഡബിൾ ഷെയ്ഡാണ്. വെച്ചടച്ചിട്ടേ വരുന്നില്ല സാധനം. ഇതെന്തുവാ ഈ കല്യാണ പെണ്ണുങ്ങളുടെയൊക്കെ വീഡിയോ പിടിക്കാൻ ഫോട്ടോഗ്രാഫർ ഇരിക്കുന്ന പോലാണല്ലോ ഇരിക്കുന്നത്. നല്ല രസമല്ലേ സാരി കാണാൻ. അങ്ങനെ ഇരുന്നാൽ നന്നായി, എനിക്കിപ്പോൾ കണ്ണാടിയിലൊന്ന് കാണുകയും ചെയ്യും. എന്നാ രസം നിങ്ങൾ നോക്ക്. ഇത് ഡബിൾ ഷെയ്ഡാണേ. താഴേക്ക് വരുമ്പോൾ ഡാർക്ക് നേവി ബ്ലൂ, അത് നേർത്ത് മുകളിലേക്ക് വരുമ്പോൾ ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് വരുക. നല്ല ഭംഗിയാട്ടോ. കറക്റ്റ് കളറാണോ കിട്ടുന്നത്? ഇപ്പം കിട്ടുന്നത് അല്ലേ, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ബ്ലൗസും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് റണ്ണിങ് ആണ് ബ്ലൗസ്. നിങ്ങൾക്ക് ഈ ബ്ലൗസ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണേൽ കയ്യെ മാത്രം നേവി ബ്ലൂ വെച്ച് അങ്ങനെ വേണമെങ്കിൽ തയ്ക്കാം, നല്ല ഭംഗിയായിരിക്കും. കൈയുടെ ഭാഗം ബോഡിക്ക് ആ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട്. അതല്ലെങ്കിൽ വേറെ ബ്ലൗസ് ഇടണമെങ്കിൽ സിൽക്ക് ബ്ലൗസ് തന്നെ ഇടണം കേട്ടോ. മൊഡാൾ സിൽക്ക് ഇട്ടിട്ട് വേറെ ചുമ്മാ കോട്ടൺ പോലത്തെ ഒന്നും ബ്ലൗസ് ഇട്ട് കളയരുതായിരുന്നു. അങ്ങനെ ചെയ്യത്തില്ല, എന്നാലും ഞാൻ പറയുക. ഇപ്പം ലേഡീസിൻ്റെ ഒക്കെ ഒരു വലിയൊരു പരിപാടി എന്നാണെന്നറിയോ, എളുപ്പപ്പണി നോക്കുന്നവരുണ്ട് നല്ലൊരു ഭാഗമേ, ഞാൻ ഉൾപ്പെടെ. ഇത് പ്യുവർ അല്ല, എന്താ പറയുക, പ്ലെയിൻ ഒറ്റ കളർ തന്നെ. ഹായ്, നല്ല റോയൽ ബ്ലൂ, അടിപൊളിയല്ലേ, നല്ല രസമല്ലേ. ഈ സാരി എടുത്താലോ എന്ന് ആലോചിക്കുക. ഓൺലൈനിൽ കാണിക്കുന്ന കഴിയുമ്പോഴാണ് ഞാൻ പല സാധനത്തിൻ്റെ ഞാൻ ചുമ്മാ തള്ളി പറയുന്നല്ല കേട്ടോ. നിങ്ങൾ ഓർക്കും അയ്യോ അങ്ങനൊന്നും അല്ല കേട്ടോ. എനിക്ക് ഈ അല്ലാത്ത സമയത്ത് നമുക്കൊരു സാരി പോയി നിന്നൊന്നും ഇപ്പം നോക്കാൻ അങ്ങനെയുള്ളൊരു ഇതെവിടെയാണ് ക്യാമറ പിടിക്കുന്നത്? എൻ്റെ ഇവിടെയല്ലേ ഇരിക്കുന്നത് അല്ലേ? നമുക്കേ അല്ലാത്ത സമയത്തൊന്നും ഇങ്ങനെ സാരിയൊന്നും ആസ്വദിച്ചൊന്നും സത്യം പറഞ്ഞാൽ
എനിക്ക് തുണിക്കച്ചവടം തുടങ്ങിയപ്പോൾ തുണിക്ക് ദാരിദ്ര്യമാണോ ഒന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ ചെറിയ പ്രായത്തിൽ കൂടുതൽ കിട്ടും നിർലോഭം കിട്ടുന്ന ഒരു സാധനമാണ് ഡ്രസ്സ്. ഏത് ഡ്രസ്സ് വേണമെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു, ഏത് ഡ്രസ്സ് ആഗ്രഹിച്ചാലും ഇടാൻ പറ്റുമായിരുന്നു. അതേസമയം ഫുഡ് യാതൊരു തീറ്റഭാഗ്യമില്ല. ഞാൻ ഇന്ന് വെറുതെ ഒരു ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഈ കാഞ്ഞിരപ്പള്ളി കരയിലുള്ള ബിരിയാണി മുഴുവൻ തീർന്നു പോകും, അങ്ങനത്തെ ഒരു ഇതാണ്. അതേസമയം ഡ്രസ്സ് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ ശരിക്കും ഒരു ഡ്രസ്സ് ചൊവ്വനേരെയൊക്കെ കാണുന്ന ഒന്ന് പർച്ചേസിന് പോകുമ്പോൾ 2 ഇങ്ങനെ ഓൺലൈനിൽ കാണിക്കുമ്പോഴാണ്. ഇതുണ്ട്, ഇതും ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. ഇത് വന്നിട്ടൊരു ബേബി പിങ്കിൻ്റെയോ അല്ലെ പീച്ചിൻ്റെയോ ഒക്കെ ഒരു ഷെയ്ഡ്, ഇവിടേക്ക് വരുമ്പോൾ ഒരു അതിൻ്റെ ഡാർക്ക് ഓനിയൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ 2 ഷെയ്ഡിൽ നിൽക്കും. ഉണ്ടോ, പ്യുവർ മോഡാളാണേ, മുന്താണ് ഇങ്ങനെ. പീച്ച്, ലൈറ്റ് പീച്ചും ഡാർക്ക് പീച്ചും നല്ല. ഇത് ഇട്ട് കാണിച്ചുകൊണ്ട് എനിക്ക് നല്ല ബോഡി സുഖം കിട്ടുന്നുണ്ട്. അതുപോലെ കൂളിങ്ങാണ് ഭയങ്കര. എ സിക്കകത്ത് ഇരിക്കുന്നതിൻ്റെ ആണോ എന്താ അടിപൊളിയല്ലേ? അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ദേ പോന്നു ഞാൻ എടുത്ത് വെച്ചോട്ടെ. എനിക്ക് തുണിയൊക്കെ നിലത്ത് കിടക്കുന്ന, തുണി നിലത്തിട്ട് ചവിട്ടുന്നതൊക്കെ വലിയ വിഷമമുള്ള കൂട്ടത്തില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടില്ലേ, ചെറിയ പ്രായം തൊട്ട് നമ്മളങ്ങനെയൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. ഈ അന്നം തരുന്ന സംഭവങ്ങൾ, അന്നം തരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ പ്രൊഫഷൻ ഇതല്ലേ, അപ്പോൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് തിരിച്ച് റെസ്പെക്റ്റ് കിട്ടുള്ളൂ. എന്താ പറയുക, ആദ്യമായിട്ട് കാണുന്നവരല്ല, സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചെയ്യല്ലേ? ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാത്ത കുഴപ്പമുള്ളൂ കേട്ടോ. സത്യം എന്തൊരു സ്നേഹമല്ലേ. ചെയ്യാൻ സന്തോഷമായില്ലേ, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ 2 കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്, സന്തോഷമായിട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.